ഇന്ന് ഡിസംബർ 31 ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷനായ വേളിമലയിലോട്ട് ട്രക്കിങ്ങിന് വന്നതാണ്. സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായി. നേരത്തെ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നല്ല പച്ചപ്പായിരുന്നു. ഇപ്പോൾ പക്ഷേ വേനലാണ്, അത് കാരണം മൊത്തം ഇങ്ങനെ നരച്ചു പുൽമേടൊക്കെ. ഇത് ദൂരെയായിട്ട് ഡാമിൻ്റെ ആ ഒരു ബോർഡ് കാണുന്നുണ്ടോ? മാമ്പഴത്തുറയാർ ഡാമാണ്. നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം അങ്ങ് കയറി മുകളിലെത്തി. നല്ല വെയിലുണ്ട് കേട്ടോ, ഇപ്പോഴും നല്ല ചൂടാണ്. ഇവിടെ കാടിനകത്തുള്ള ഒരു അമ്പലം, അങ്ങനൊരു സെറ്റപ്പാണേ. നമ്മൾ ഈ തമിഴ് സിനിമയിലൊക്കെ കാണില്ലേ, ശരിക്കും അതുപോലെ തന്നെ. ഇതൊരു വലിയ കുതിരയാണ്, അത് തകർന്നു പോയി കണ്ടോ, തലയൊന്നുമില്ല. പിന്നെ ഇവിടെ കണ്ടോ ഒരു ശില്പത്തിൻ്റെ തല തകർന്നു കിടക്കുന്നത്. ഇത് വേറൊരു കുതിരയുടെ ഭാഗമാണ് കണ്ടോ, വാലിൻ്റെ ഭാഗം. പിന്നെ ഇതൊരു നമ്മുടെ നന്ദികേശൻ, അതെ ആ ഷേപ്പാണ്. പിന്നെ ഇതും സെയിമാണ് കണ്ടോ. ഞാനങ്ങോട്ട് ഉള്ളിലോട്ട് കയറുന്നില്ല. അതെ അവിടെ അതിൻ്റെ പുറകിലായിട്ട് തേനീച്ചകൾ കാണാൻ വരുന്നുണ്ടോ, കൂട് വച്ചിട്ട് ഇങ്ങനെ നിറച്ചുണ്ട്. അതുപോലെ ഇത് അങ്ങോട്ട് നാഗങ്ങളുടെ പ്രതിഷ്ഠയാണ്, ഞാനങ്ങോട്ട് കയറി പോകുന്നില്ല. അതുപോലെ അത് അങ്ങ് മരക്കൂട്ടങ്ങളുടെ ഇടയിലും ഒരു കുതിരയുടെ ശില്പമുണ്ട്. അതിനിപ്പുറത്ത് വലിയൊരു ശില്പം തകർന്ന് കിടപ്പുണ്ട്. ഇത് ഇവിടെ ഒരു സ്ത്രീ രൂപം കാണാൻ വരുന്നില്ലേ, അത് തകർന്ന് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ തറയിലും കണ്ടോ വേറൊരു രൂപം. ഈ മലയുടെ പകുതിയിലായിട്ട് ഒരു റിസോർട്ടുണ്ട്, ട്രോപ്പിക് വാലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ജീപ്പ് റോഡാണിത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും നടന്നാണ് ഈ മല കയറുന്നത്. അപ്പോൾ കുറേ ദൂരം ഞങ്ങൾ ഈ ജീപ്പ് റോഡിൽ കൂടെ നടക്കും. അത് കഴിഞ്ഞ് ആ ഒരു റിസോർട്ടും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് ഈ മലയുടെ ഏറ്റവും മുകളിലെത്തും. ഞങ്ങളിതിന് മുന്നേ വന്നപ്പോൾ മൊത്തം ഇങ്ങനെ കോടമഞ്ഞായിരുന്നു. കുറേ കൂടെ ഇരുട്ടി വൈകുന്നേരമായി, അതായത് ഒരു 5:30-6 മണി മഴക്കാലമായിരുന്നു. പക്ഷേ ഇന്ന് നല്ല വിസിബിലിറ്റി ഉണ്ട് കേട്ടോ, ഭയങ്കര ചൂടാണ്. വെളിച്ചം വരുന്നുണ്ടോ സൂര്യൻ്റെ? മൊത്തം ഇങ്ങനെ കിളികളുടെ ശബ്ദമാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, സൂപ്പറാണ്. നല്ല ഉയരമുള്ള മലകളാണ് എല്ലാ ഭാഗത്തും. മൊത്തം ഇങ്ങനെ പുൽക്കൂടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പുല്ലും അത് മൊത്തം ഇങ്ങനെ പൂത്ത് കിടപ്പുണ്ട് എല്ലാ സ്ഥലത്തുനിന്നും. മൊത്തം അത് തന്നെ. ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലെത്തി. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഡാമിൻ്റെ. പിന്നെ അങ്ങോട്ട് വലത്തോട്ട് മൊത്തം നെൽവയലുകളാണ്. എല്ലാം ഇങ്ങനെ ദൂരക്കാഴ്ചയാണ്. എങ്ങനെയുണ്ട് ഈ പൂക്കൾ? ഈ ഭാഗം മൊത്തം കുറേ മാസങ്ങൾക്ക് മുന്നേ ഉരുൾപൊട്ടലുണ്ടായി ഇവിടെ എല്ലാം ഇങ്ങനെ തകർന്നു കിടന്നതാണ്, വലിയ പാറ കഷ്ണങ്ങളൊക്കെ ആയിട്ട്. ഏകദേശം ഒരു 2 മാസമായി കാണും ഇത് ഈ ഒരു തരത്തിലാക്കി. അതായത് നമുക്കൊക്കെ നടന്നു പോകാനും അത്യാവശ്യം ജീപ്പൊക്കെ കയറിപ്പോകുന്ന തരത്തിലാക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത് കാണുമ്പോൾ, അത്രയ്ക്ക് വലിയ പാറക്കല്ലുകൾ. അതേപോലെ മണ്ണിടിഞ്ഞുണ്ടായ ആ ഒരു ഇതുണ്ടല്ലോ, മണ്ണൊലിച്ചു പോയ ആ ഒരു ഭാഗം, അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. ഇപ്പോൾ പക്ഷേ കുഴപ്പമില്ല. ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ മണ്ണ് കൂമ്പാരമായിട്ട് കിടപ്പുണ്ട്. മണ്ണിടിഞ്ഞു പോയതിൻ്റെ ആ ഒരു ഭീകരത ഉണ്ടോ ഈ ഭാഗത്ത്. ഞാൻ കുറച്ചുകൂടെ മുകളിലെത്തി. ആദ്യം കണ്ട ഭാഗമല്ല, ഇത് കുറച്ച് മുകളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തൊക്കെ മണ്ണിങ്ങനെ പുതയുന്നുണ്ട് കേട്ടോ ചവിട്ടുമ്പോൾ. ഇത് ജീപ്പ് റോഡാണ്. ഇതോടെ ഒരു വലിയ പാറ ഇളകിയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾക്കിനി ഇതിലെ മുകളിലോട്ട് പോകണം. ആ മുകളിലോട്ടൊരു ഭാഗം കാണുന്നുണ്ടോ, അത് മൊത്തം മണ്ണിങ്ങനെ ഇടിഞ്ഞു വന്നതാണ്. മൊത്തം ഇങ്ങനെ പാറയും ഉരുളൻ കല്ലുകളുമാണ് വലിയ. കണ്ടോ ആ ഭാഗം കണ്ടോ, നല്ലൊരു മഴ പെയ്താൽ ഇനിയും ഇതിങ്ങ് ഇടിഞ്ഞ് താഴോട്ട് വരും. ശരിക്കും മഴക്കാലത്ത് നമ്മളിവിടെ വരികയാണെങ്കിൽ സൂക്ഷിക്കണം. ഇവിടെ കണ്ടോ, ഇതാ ജീപ്പ് റോഡാണ്. ഇവിടെ നിന്ന് കുത്തനെ താഴെ, നമ്മളങ്ങ് താഴെ വന്നാൽ കയറി വന്നത്. ആ ഭാഗം എല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുന്നിൽ കണ്ടോ ഇവിടെ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്, അത് ജീപ്പ് വരുന്ന വഴിയായതുകൊണ്ടോ. ഇവിടുന്ന് പിന്നെ താഴോട്ട് ആ വെള്ളം നേരെ ഒഴുകിപ്പോകുന്ന അങ്ങ് ഡാമിലേക്ക്. അത് ഡാം കാണാൻ വരുന്നില്ല ദൂരെയായിട്ട്. ഇത് കണ്ടോ, ഇത് പുലിയുടെ കാഷ്ടം, അങ്ങനെയാണ് രതീഷ് പറയുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വന്ന വഴിക്ക് 2-3 സ്ഥലത്ത് കണ്ടു. മലമുകളിലെ ഒരു വാഴത്തോട്ടമാണ്. വാഴ മാത്രമല്ല തെങ്ങുണ്ട്.
ഇവിടെ ജസ്റ്റ് വാഴയും തെങ്ങും മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ മുകളിലോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ജാതി, ഗ്രാമ്പു അങ്ങനെ എല്ലാ തരം കൃഷിയുണ്ട്. പേരയ്ക്ക, മാങ്ങ, പിന്നെ മുകളിൽ മൊത്തം ഇങ്ങനെ ഉയരം കൂടിയ തെങ്ങുകളോ, വലിയ തെങ്ങുകളോ. രതീഷ് ദേ നടന്നങ്ങ് മറഞ്ഞ് ഏകദേശം ദേ പോകുന്നു. എല്ലായിടത്തും കിളികളുടെ ശബ്ദമാണേ. കേൾക്കാൻ വരുന്നുണ്ടോ? വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഈ സ്ഥലം. മൊത്തം ഇങ്ങനെ വാഴത്തോട്ടവും ഉയരം കൂടിയ മലകളും പിന്നെ ഈ ഒരു പുല്ലുണ്ടല്ലോ അതിങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. വൈകുന്നേരമാണ്, വൈകാതെ സൂര്യാസ്തമനം ഉണ്ടാവും. കിളികളുടെ ശബ്ദം സൂപ്പറല്ലേ. ഞങ്ങൾ ഒക്ടോബർ മാസം ഇവിടെ വെള്ളിമലയുടെ മുകളിലോട്ട് വരുമ്പോൾ മൊത്തം ഇങ്ങനെ നീലക്കുറിഞ്ഞ് പോലൊരു പൂവായിരുന്നു മല മൊത്തം പൂത്ത് കിടന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പുല്ല. ഇങ്ങനെ പോകുന്ന വഴിയിൽ എല്ലായിടത്തും ഇത് തന്നെ മൊത്തം ഇങ്ങനെ പൂത്ത് കിടപ്പുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ? എല്ലായിടത്തും അതാ. ഇനി വൈകാതെ സൺസെറ്റ് ആവും. ആ സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല താഴ്വര കാഴ്ചകൾ കണ്ടോ? സൂപ്പറല്ലേ. വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. വൈകുന്നേരമാണ്, മൊത്തം ഇങ്ങനെ കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും രതീഷും ഞങ്ങളിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, അതും മാത്രമേ ഉള്ളൂ. ഒരു കാട്ടരുവിയാണ്. ഞങ്ങൾ കഴിഞ്ഞ സീസണിൽ വന്നപ്പോൾ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ വെള്ളം കുറവാണ്. രതീഷ് ദേ പോയി വെള്ളം എടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിസോർട്ട്, ട്രോപ്പിക് വാലി. കണ്ടോ? അതിനകത്തോട്ട് കയറുന്നില്ല, ഞങ്ങളിന്നിവിടെ താമസിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറേ മാസങ്ങൾക്ക് മുന്നേ ഇവിടെ വന്ന് ഇവിടെ താമസിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിനി മുന്നിലതേ ഈ റോഡ് പോലെ കാണുന്നില്ലേ, അതിലേ നടന്നങ്ങ് മുകളിൽ പോവും. പിന്നെ അത് ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ കുരുമുളക്, ജാതി അതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അവരുടെ വീടുണ്ട്, അവർ താമസിക്കുന്ന അങ്ങ് ഉള്ളിലാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ആ പുള്ളി വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങളിപ്പോൾ വൈകുന്നേരം മല കയറിക്കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വരെ ഈ മലയുടെ പല ഭാഗത്ത് ഉണ്ടാവും. ഞങ്ങളെ കൊണ്ട് നടക്കാവുന്ന അത്രയും ഭാഗം ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. അപ്പം ഞങ്ങളുടെ കൈവശം ഇപ്പോൾ ഫുഡുണ്ട് 2 പേർക്കുള്ള. അതായത് ഇന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടി 6 പൊറോട്ട 2 പേർക്കും, അതായത് ഒരാൾക്ക് 3 എണ്ണം വീതം. അതേപോലെ നാളെ രാവിലത്തേക്കും. പിന്നെ മൊത്തം 6 ഏത്തപ്പഴം വാങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ 6 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് വേനലായില്ലേ, അപ്പോൾ മലയിൽ വെള്ളം കാണില്ലെന്നാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ ട്രക്കിങ് തുടങ്ങി കുറച്ച് ദൂരം വന്നപ്പോൾ എല്ലാ സ്ഥലത്തും വെള്ളമുണ്ട്. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടക്കുന്ന സൂര്യൻ ആ മലകളുടെ അപ്പുറത്തായി കേട്ടോ. ആ ഭാഗത്ത് വെളിച്ചമുണ്ട്, പക്ഷേ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നേരിയ ഇരുട്ട് വീണ് തുടങ്ങി. ദേ ഇവിടെയായിട്ടൊരു തകർന്ന ജീപ്പ് കിടപ്പുണ്ട്. പഴയ വീഡിയോ കണ്ടവർക്കറിയാം, അതിൽ ഞാൻ ഈ ജീപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ വഴി ദേ ഇങ്ങോട്ട് കുറേ ദൂരം കൂടെ നമുക്കിങ്ങനെ ഈ ഒരു ജീപ്പ് റോഡുണ്ട്. അതായത് തോട്ടത്തിൽ വരുന്ന ജീപ്പുകൾ പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ കുറേ ദൂരം കൂടെ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ അങ്ങ് കാട്ടിലോട്ട് കയറും. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇരുട്ടാവുന്നത് വരെ, അതായത് നമുക്കിത് കാണാൻ പറ്റുന്നില്ലേ, അത്രത്തോളം സമയം വരെ ഞങ്ങൾ നടന്നു പോവും. അത് കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും ടെൻറ്റ് ചെയ്യും. ഇപ്പോൾ രതീഷ് പുറകിലാണ്, ഇത് അങ്ങ് വരുന്നുണ്ട്, കണ്ടോ? തേങ്ങ മുളച്ച് കിടക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നിനി ഇരുട്ടാറായി കേട്ടോ, സമയമില്ല. നാളെ തിരിച്ചിറങ്ങുമ്പോൾ ഒരു കൈ നോക്കണം. പുങ്ങ് കിട്ടും, പുങ്ങ്. നമുക്കിത് വെട്ടിയതിനകത്തുള്ള പുങ്ങ് നല്ല ടേസ്റ്റാണ്, കഴിക്കാൻ പറ്റും. രതീഷ് വരുന്നുണ്ട്. രതീഷ് പക്ഷേ ആ മുളച്ച തേങ്ങ ഒരെണ്ണം എടുത്തു. ഈ ഭാഗത്തെല്ലാം കിടപ്പുണ്ട്. രതീഷ് പറയുന്നത് നമുക്കവിടെ ടെൻ്റ് അടിക്കുന്ന സ്ഥലത്ത് വരുന്ന കട്ട് ചെയ്ത് കഴിക്കാമെന്ന്. ദേ ഈ ഭാഗത്ത് ദൂരെയായിട്ട് ആനക്കൽ മല കാണുന്നുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വന്നത് ആ മലയുടെ മുകളിലാണ്. ഈ നമ്മൾ നടന്നു പോകുന്ന വഴിയില്ലേ, ഇതിൻ്റെ എല്ലാ ഭാഗത്തും തേങ്ങ കണ്ടോ വീണ് മുളച്ച് കിടപ്പുണ്ട്. ഇരുട്ടാറായി. മലയുടെ ആ ഭാഗത്ത് വെളിച്ചമുണ്ട്, പക്ഷേ ഞങ്ങളിങ്ങ് താഴെയാണ്. ഈ ഭാഗത്ത് മൊത്തം ഇങ്ങനെ ഇരുട്ടായി. ഇനി ഇവിടെ ഒരു തോടുണ്ട്, കാട്ടിൽ കൂടെ ഒഴുകിപ്പോകുന്ന തോടാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് ഞങ്ങൾ ഭയങ്കര പാടാണ് ഇവിടെ ഇറങ്ങാം. ഞങ്ങൾ കുറച്ചും കൂടെ മുകളിലോട്ട് നടക്കാൻ നോക്കും. കുറച്ചധികം നടന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഉപേക്ഷിക്കപ്പെട്ട വീടുണ്ട് കേട്ടോ, കാട്ടിലായിട്ടെ.
പണ്ട് തോട്ടത്തിലെ ആൾക്കാർ താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടേക്ക് ഇറങ്ങാൻ പ്രയാസം, അത് ഞാൻ പതുക്കെ പോകണം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ ഒരുപാട് അനിമൽസ് ഒന്നും ഇല്ല, പക്ഷേ ഒരു പുലിയുണ്ട്. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് അതിൻ്റെ കാഷ്ടമൊക്കെ കണ്ടു, അത് കാരണം ചെറിയൊരു പേടിയുണ്ട്. നിങ്ങൾക്ക് ഇരുട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? രതീഷുണ്ടോ? രതീഷിൻ്റെ കയ്യിൽ എത്ര തേങ്ങയുണ്ടെന്ന് നോക്കിയാൽ പുങ്ങ്. രതീഷിന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ രതീഷ് പറയുന്ന അങ്ങ് മുകളിൽ പോയിട്ട് അവിടെ ഇരുന്ന് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാമെന്നോ. അങ്ങനെ അതുകൊണ്ട് അവിടെ താഴെ തോട്ടക്കാരുടെ അവിടെ നിന്നൊരു കത്തിയൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ഇനിയൊരു കയറ്റമുണ്ട്. ഈ ഇനി മൊത്തം നല്ല കയറ്റങ്ങളാണ്. കണ്ടോ, നല്ല ഇരുട്ടായി, നല്ല കാടാണ്. ഓക്കെ, ഞങ്ങൾ നടക്കട്ടെ മുന്നോട്ട്. സമയം ഇപ്പോൾ 6:30 അങ്ങ് താഴ്വരയിലോട്ട് നോക്കുമ്പോൾ ഒരു നേരിയ വെളിച്ചമുണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ഈവനിങ് കളേഴ്സ്, അസ്തമന വർണ്ണങ്ങൾ. ഈ ഭാഗത്ത് വലിയ വലിയ പാറകളാണ്. അതേപോലെ ഒരു കാട്ടരുവി ഒഴുകി പോകുന്നുണ്ട് അങ്ങ് താഴെ കൂടെ. അതിൻ്റെ ആ ഒരു ശബ്ദം ഇവിടെ നിന്ന് കേൾക്കാം. ഈ ഭാഗത്തൊക്കെ വെളിച്ചം കുറവാണ്. ഇനി നമുക്കിങ്ങനെ മുകളിൽ കയറി പോകണം. രതീഷ് ഉണ്ടോ? അങ്ങ് മുകളിൽ നിൽക്കുക, അത്രയും മുകളിലെത്തി.